നമസ്കാരം, ടാക്ട്രിക്സിലേക്ക് സ്വാഗതം. സീസണിൽ പകുതിയോളം മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ പ്ലേ ഓഫിനോട് തൊട്ടടുത്തായിരുന്നു പഞ്ചാബ്. എന്നാലിപ്പോൾ തുടർച്ചയായ 5 മത്സരങ്ങൾ തോറ്റ് തുന്നമ്പാടി പഞ്ചാബ് പ്ലേ ഓഫ് കടക്കുമോ എന്ന് തന്നെ ഉള്ള ഒരു ആശങ്കയിലാണ്. MSK എങ്ങനെ തോന്നുന്നു പഞ്ചാബിൻ്റെ ഈ തുടർച്ചയായ തോൽവികൾ? പഞ്ചാബ് ആദ്യ മത്സരങ്ങളിലൊക്കെ ഗംഭീര വിജയങ്ങൾ നേടി. പക്ഷേ ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ ഫസ്റ്റ് ഹാഫിന് ശേഷം അവർ ആകെ കിതക്കുന്ന ഒരു സിറ്റുവേഷനാണ്. നമ്മളിപ്പോൾ ചില സിനിമകളെ കുറിച്ചൊക്കെ പറയാറുണ്ട്, ഫസ്റ്റ് ഹാഫ് ഗംഭീരമായിരുന്നു, സെക്കൻഡ് ഹാഫിലാവുമ്പോൾ അതങ്ങ് അതിൻ്റെ ഒരു ടെമ്പോ നിലനിർത്താൻ പറ്റിയില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതേപോലത്തെ ഒരു അവസ്ഥയിലാണ് പഞ്ചാബ് ഇപ്പോൾ ഉള്ളത്. പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മത്സരത്തിലെ തോൽവി എന്ന് പറയുമ്പോൾ അവരുടെ ടീം കോമ്പിനേഷൻ തന്നെ ഒരു പ്രശ്നമായിരുന്നു. കാരണം അപ്രതീക്ഷിതമായി ബാറ്റിംഗ് തകർച്ച നേരിട്ടപ്പോൾ അവർ വിഷ്ണു വിനോദിനെ ഇറക്കേണ്ടി വരുന്നു. വിഷ്ണു വിനോദ് മലയാളി താരമാണ്, മുംബൈക്ക് വേണ്ടിയൊക്കെ കളിച്ച താരമാണ്. പക്ഷേ ആ സമയത്ത് ബ്രാറ്റ്ലെറ്റ് ഒക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടും അവസാന 4-5 പന്തുകൾ നേരിടാൻ വേണ്ടി ഒരു ബാറ്റിംഗ് തകർച്ച വന്നപ്പോൾ വിഷ്ണു വിനോദിനെ ഇറക്കേണ്ടി വന്ന ഒരു ദുര്യോഗം അവർക്ക് ബോളിങ്ങിൽ അത് വല്ലാതെ നിയന്ത്രിച്ചു. കാരണം ഒരു ബോളറുടെ ഷോട്ട് അവിടെ ഉണ്ടായി. എങ്കിൽ കൂടിയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആദ്യ മത്സരങ്ങളിൽ വിജയിച്ച മത്സരങ്ങളിൽ ആദ്യത്തെ 7 മത്സരങ്ങളിൽ ശശാങ്ക് സിംഗിനെ ഭംഗിയായി ഉപയോഗിച്ചിരുന്നു ശ്രേയസ് അയ്യർ. അദ്ദേഹത്തെ ഇടക്ക് പന്ത് കൊടുത്തുകൊണ്ട് നിർണായകമായ വിക്കറ്റുകൾ, ട്രാവിസ് ഹെഡിന്റെയും അഭിഷേക് ശർമ്മയുടെയൊക്കെ വിക്കറ്റുകൾ എടുത്തത് നമ്മൾ കണ്ടിട്ടുണ്ട്, അതും സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെയുള്ള മത്സരത്തിൽ. പക്ഷേ തോൽവികൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ക്യാപ്റ്റൻ, അദ്ദേഹം മൊത്തം സമ്മർദ്ദത്തിലാണ് എന്ന രീതിയിൽ അദ്ദേഹത്തിന് കൃത്യമായും തന്നെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ മടിക്കുന്ന ഒരു അവസ്ഥ എന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ശ്രേയസ് അയ്യരുടെ അവസ്ഥ. ഇന്ത്യൻ ക്യാപ്റ്റനായി പോലും പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ള താരമാണെന്ന് നമ്മൾ ഇതേ ടാക്ടിക്സ് വേദിയിൽ മുമ്പ് ഹാരിസും ഞാനും ഒക്കെ പറഞ്ഞിരുന്നു. പറഞ്ഞൊന്നറിയില്ല. അപ്പോൾ അങ്ങനെ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആകാൻ വരെ ഇപ്പോൾ ചർച്ചകളും അങ്ങനെയുണ്ട്. അദ്ദേഹത്തെ ക്യാപ്റ്റൻ ആക്കണം, അദ്ദേഹമായിരിക്കണം നെക്സ്റ്റ് ക്യാപ്റ്റൻ എന്ന രീതിയിലൊക്കെ ചർച്ചകളുണ്ട്. പക്ഷേ ടീം തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ക്യാപ്റ്റൻസിയും ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥ. ടീമിന്റെ ഇപ്പം ശശാങ്കിനെ ഇറക്കാത്തത് തന്നെ വലിയൊരു പോയിന്റാണ്. ശശാങ്കിന് പന്ത് കൊടുക്കാത്തതൊരു പോയിന്റാണ്. കാരണം അതിന് മുമ്പത്തെ മത്സരത്തിൽ വിജയിച്ച ഒരു പരീക്ഷണമായിരുന്നു. ആ പരീക്ഷണം തോൽവികളെ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ക്യാപ്റ്റന് നടത്താൻ മടിക്കുന്നൊരവസ്ഥയാണ്. ഇന്നലെ കഴിഞ്ഞ കളിക്ക് കൊടുത്തില്ല. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ട് ആണ്. കാരണം യശ്വന്ത് ചാഹൽ കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന് ഒരു ഓവർ പോലും കൊടുത്തിരുന്നില്ല. ഒരു ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്പിന്നറാണ്, IPL വേദിയിലെ ഏറ്റവും മികച്ച സ്പിന്നറാണ്, നമ്പർ 1 സ്പിന്നർ ഓഫ് IPL എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിനെ വിശ്വസിക്കാത്ത ഒരു അവസ്ഥയായിരുന്നു കഴിഞ്ഞ മത്സരത്തിലുണ്ടായിരുന്നത്. ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ചഹൽ അമിതമായി ആഘോഷിച്ച ഒരു രംഗമുണ്ടായിരുന്നു രോഹിത് ശർമ്മയെ ബൗൾഡാക്കിയതിനു ശേഷം. അത് ശരിക്കും ചഹലിന്റെ ആഘോഷം ശരിക്കും ശ്രേയസ് അയ്യറിനെതിരെയായിരുന്നു എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം. കാരണം ചഹൽ എത്രയോ വിക്കറ്റുകൾ നേടിയിട്ടുണ്ട്. പക്ഷേ ഒരു വിക്കറ്റ് നേടിയതിനു ശേഷം ഇത്രയും ആഘോഷിക്കാൻ അദ്ദേഹത്തിന് തോന്നണമെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ പന്ത് നൽകാതിരുന്ന ശ്രേയസ് അയ്യറിനും പഞ്ചാബ് മാനേജ്മെന്റിനോടുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രതികാരം എന്ന രീതിയിൽ തന്നെ കാണാനാണ് എനിക്ക് താല്പര്യം. മാത്രമല്ല ഈ ചഹലിനെ ഈ സ്പിന്നേഴ്സിനെ യൂസ് ചെയ്യുന്നതിൽ പലപ്പോഴും വീഴ്ചകൾ സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും ഒരുപക്ഷെ ഒരു പേസർ ഉണ്ടായിരുന്നെങ്കിൽ ഇദ്ദേഹം ഈ ചഹലിനെ ഉപയോഗിക്കാൻ നിർബന്ധിതനാകുന്നു എന്ന് വിശ്വസിക്കാനാണ് താല്പര്യം. കാരണം സ്പിന്നേഴ്സിനെ, അതായത് ചഹലിനെ ഒന്നും വിശ്വസിക്കാത്തൊരവസ്ഥ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ചഹൽ കഴിഞ്ഞ ദിവസം നന്നായിട്ട് തന്നെ പന്തെറിഞ്ഞു. എങ്കിൽ കൂടിയും ഈ 2 ടീമിൻ്റെയും അവസ്ഥ നോക്കുമ്പോൾ 2 ടീമിനും ജയിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഘട്ടത്തിൽ അവർ ഇത്രയും വലിയ സ്കോറിലേക്ക് എത്തിയത് അവരുടെ തുടക്കം നന്നായിരുന്നു, അവസാനവും നന്നായിരുന്നു. പക്ഷേ മധ്യനിര തകരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ശ്രേയസ് അയ്യറൊക്കെ ബൗൾഡായ പന്തുകളൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട്. എങ്കിൽ കൂടിയും അവസാന ഘട്ടത്തിൽ അവരുടെ വാലറ്റും നടത്തിയ അസ്മത്തുള്ള ഉമർ സായി പോലുള്ള ബാർട്ട്ലെറ്റ്, വിഷ്ണു വിനോദ്, അപ്പോൾ അവരുടെ ഒരു വെടിക്കെട്ട് അവിടെ ഉണ്ട്. പക്ഷെ അതിനൊപ്പം തന്നെ മുംബൈ ഫീൽഡർമാർ നൽകിയ അവസരങ്ങൾ കൂടിയാണ്. ഒരു ഓവറിൽ അവസാനം ഈ ബാർട്ട്ലെറ്റും വിഷ്ണു വിനോദും അടിച്ച് 6 അടിച്ചൊരു ഓവറുണ്ട്, 20 റൺസ് നേടിയൊരു ഓവറുണ്ട്. ആ ഓവറിൽ 3 ക്യാച്ചാണ് ഡ്രോപ്പ് ചെയ്യുന്നത്. 2 ക്യാച്ച് 6. എല്ലാ സമയത്തും ശശാങ്ക് സിംഗിനെ പറയാറുണ്ട്, നമൻദീർ ഈ സീസണിലെ 8ാമത്തെ ക്യാച്ചാണ് ഇന്നലെ ഇട്ടത്. അതെ, മൊത്തത്തിൽ ഫീൽഡിങ്ങിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാവരും ഫീൽഡിങ്ങിൽ വളരെ അലമ്പായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ ഓവറിൽ, ഈ കോർബിൻ ബോഷിന്റെ ഓവറിൽ വിഷ്ണു വിനോദിന്റെ ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്നു, അത് 6 ആവുന്നു. പിന്നെ അതിനുശേഷം തിലക് വർമ്മ ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്നു, അത് 6 ആവുന്നു. അതിനുശേഷം ഏതാണ്ട് അങ്ങനെയുള്ള ക്യാച്ചുകൾ, അത് കുറച്ച് ശ്രമകരമായ ക്യാച്ച് ആയിരിക്കാം, പക്ഷെ അങ്ങനെയുള്ള ക്യാച്ചുകൾ IPL എടുത്ത ചരിത്രമുണ്ട്. കയ്യിലേക്ക് വരുന്ന ക്യാച്ച് എടുക്കാത്ത സീസണാണിത് എന്നാലോചിക്കണം. പക്ഷെ അത് 6ലേക്ക് പോകുന്നു, ജസ്റ്റ് അവിടെ തട്ടിയിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്ലിപ്പർ ആയിരുന്നു ഫീൽഡ്. ഭയങ്കര ഡ്യൂ ഫാക്ടർ കാരണം ഭയങ്കരമായിട്ട് സ്ലിപ്പ് ചെയ്യുന്നുണ്ട് മുംബൈന്റെ ആദ്യ ഇതിൽ തന്നെ.
ആദ്യ ഇന്നിംഗ്സിൽ തന്നെ ഭയങ്കരമായിട്ട് സ്ലിപ്പ് ചെയ്യുന്നുണ്ടല്ലോ. റോബിൻസ് തന്നെ 2 പ്രാവശ്യം തന്നെ അതെ. റോബിൻ മിൻസ് അദ്ദേഹം നിന്നാണ് ക്യാച്ച് ഡ്രോപ്പ് ചെയ്ത് 6ലേക്ക് പോകുന്നത്. പിന്നെ മുംബൈയെ സംബന്ധിച്ചിടത്തോളം ഈ അവസാന ഓവറുകളിൽ റൺസ് ലീക്ക് ചെയ്തെങ്കിലും മൊത്തത്തിൽ ആ ഒരു 15 ഓവർ വരെയുള്ള മുംബൈയുടെ ആറ്റിറ്റ്യൂഡ് ഗംഭീരമായിരുന്നു. കാരണം പിന്നെ അവരുടെ സ്ഥിരം നായകനായ ഹാർദിക് പാണ്ഡ്യ ഇല്ല, അതിനൊപ്പം തന്നെ സ്കൈ ഇല്ല. അപ്പോൾ ജസ്പ്രീത് ബുംറ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്ന സമാനമായിട്ടുള്ള ക്യാപ്റ്റൻസിയാണ്. കാരണം അദ്ദേഹം മുംബൈ ക്യാപ്റ്റൻ ആവുന്നതിന് മുമ്പേ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആയിട്ടുണ്ട്, ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആയിട്ടുണ്ട്. 19ാമത്തെ വയസ്സ് മുതൽ ആ ടീമിൽ ഉള്ള ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു പ്രസ്താവനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്പ്രീത് ബുംറയുടെ ക്യാപ്റ്റൻസിയിലുള്ള മുംബൈ അരങ്ങേറ്റം നല്ലൊരു അരങ്ങേറ്റം തന്നെയാണ്. ഒരു അഗ്രസീവ് ക്യാപ്റ്റൻ എന്ന രീതിയിൽ തന്നെ. ആദ്യത്തെ ടെസ്റ്റ് വിജയിച്ച ക്യാപ്റ്റനാണ്, ആദ്യത്തെ IPL മത്സരം വിജയിച്ച ക്യാപ്റ്റനാണ്, ആദ്യത്തെ T20 വിജയിച്ച ക്യാപ്റ്റനാണ്. അത് തീർച്ചയായിട്ടും ബുംറയെ സംബന്ധിച്ചിടത്തോളം മുംബൈ ജേഴ്സിയിൽ അദ്ദേഹം ഒരുപാട് ആഗ്രഹിച്ച ഒരു സമയമായിരുന്നു. മുമ്പ് ഹാർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റൻ ആക്കുന്നതിന് മുമ്പ് രോഹിത് ശർമ്മയ്ക്ക് ശേഷം ജസ്പ്രീത് ബുംറയായിരിക്കും മുംബൈയുടെ ക്യാപ്റ്റൻ എന്ന രീതിയിൽ ശ്രുതികളൊക്കെ ഉയർന്നിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൽ വിശ്വാസം അർപ്പിക്കാതെ പരിക്ക് നിനക്കൊരു പ്രശ്നമാണ്, നീ എപ്പോഴും പരിക്കായിട്ട് പുറത്തിരിക്കേണ്ടി വരാൻ സാധ്യതയുള്ള താരമാണ് എന്ന് മുദ്ര കുത്തിക്കൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തിയ ഒരു അവസ്ഥയുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കൺമുന്നിലൂടെ ഈ പിന്നെ നമ്മുടെ ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റനായി മാറുന്നതും കഴിഞ്ഞ 3 വർഷമായി മുംബൈയുടെ അപജയങ്ങൾ തുടരുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഹാർദിക് പാണ്ഡ്യയെ സംബന്ധിച്ചിടത്തോളം ഒരു അഗ്രസീവ് ക്യാപ്റ്റന്റെ വരവ് എന്ന രീതിയിൽ തന്നെ പറയാം മുംബൈക്കൊപ്പമുള്ള ഈ ക്യാപ്റ്റൻസി അരങ്ങേറ്റം. ഈ ഹാരിസ്ക, ഈ ബുംറയ്ക്ക് കീഴിലുള്ള മുംബൈയുടെ ഇന്നലത്തെ വിജയത്തെ എങ്ങനെ കാണുന്നു? ഇപ്പൊ നമ്മൾ കഴിഞ്ഞതിന്റെ മുമ്പത്തെ ദിവസങ്ങൾ മുതൽ തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, പ്ലേ ഓഫ് സാധ്യതകളെ കുറിച്ച് വർത്തമാനങ്ങൾ പറയുന്ന സമയത്തൊക്കെ ഈ അവസാന സ്ഥാനത്ത് നിൽക്കുന്ന ടീമുകളായിരിക്കും പ്രത്യേകിച്ച് പഞ്ചാബ് പോലെയുള്ള ടീമുകളുടെ വഴിമുടക്കാൻ പോകുന്നത് എന്ന്. അപ്പോഴും ഞാൻ ഇന്നലെ പ്രെഡിക്റ്റ് ചെയ്തത് പഞ്ചാബ് എന്നാണ്. കാരണം അവർക്ക് ലാസ്റ്റ് മൊമെന്റിൽ ഇങ്ങനെ ഒരു തിരിച്ചുവരവ് അനിവാര്യമാണല്ലോ. അപ്പോൾ അവരുടെ പിഴവുകൾ അവർ തിരുത്തും എന്നാണ് വിചാരിച്ചത്. ഒരു 15 ഓവർ വരെയൊക്കെ പിന്നെ ഒരു 5 ഓവർ 72 റൺസോ മറ്റോ വരുന്നവർക്ക് ഒരു ഘട്ടത്തിൽ വേണം ജയിക്കാൻ. 3 ഓവറിൽ അവർക്ക് 50 റൺസ് വേണം ജയിക്കാൻ. അതായത് മുംബൈക്ക് 3 ഓവറിൽ 50 റൺസ് വേണമെന്നിരിക്കെ പഞ്ചാബിന്റെ കയ്യിലാണ് യഥാർത്ഥത്തിൽ ആ കളിയുള്ളത്. പിന്നെ തിലക് വർമ്മ ക്രീസിലുണ്ട്, വിൽ ജാക്സ് ക്രീസിലുണ്ട്. പക്ഷെ തിലക് വർമ്മ പിന്നെ ആ ഡെത്ത് ഓവറുകളിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്ത ആ രീതിയിലാണ് ശരിക്കും മുംബൈ കളി പിടിച്ചത് എന്ന് പറയും. കാരണം അവർക്ക് പ്രത്യേകിച്ച് നഷ്ടപ്പെടാനൊന്നുമില്ല. 15 ഓവർ വരെ യുസ്വേന്ദ്ര ചഹൽ, ഇപ്പം നേരത്തെ MSK യുസ്വേന്ദ്ര ചഹലിനെ കുറിച്ച് പറഞ്ഞല്ലോ. യുസ്വേന്ദ്ര ചഹൽ ആദ്യത്തെ 3 ഓവറുകളിൽ ഒരൊറ്റ ബൗണ്ടറി പോലും ഇന്നലെ വിട്ട് നൽകിയിട്ടില്ല എന്നുള്ളതാണ്. 3 ഓവറിൽ 12 റൺസ് വഴങ്ങി വെറും 12 റൺസ് വഴങ്ങി 1 വിക്കറ്റ് വീഴ്ത്തി യുസ്വേന്ദ്ര ചഹലിന് അടിച്ചത് ഡെത്ത് ഓവറുകളിൽ ആദ്യത്തെ ഓവറിലാണ് യുസ്വേന്ദ്ര ചഹലിനെ ഒന്ന് അടിക്കുന്നത് നമ്മൾ കണ്ടത്. 10-20 റൺസ് പോകുന്നത് കണ്ടു. ആ സമയത്തും അടുത്ത ഓവർ വന്നിട്ട് അസ്മത്തുല്യോ മറ്റാണെന്നുണ്ട് പിടിച്ചെറിയുന്നുണ്ട്, 2 റൺസ് മാത്രം വിട്ടുകൊടുക്കുന്നുണ്ട്. പിന്നെ അവസാനത്തെ 3 ഓവറുകളിലേക്ക് 50 റൺസായി മാറുന്ന സമയത്ത് പിന്നെ തിലക് വർമ്മ അങ്ങോട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് എന്നിട്ടും അവസാന ഓവറിൽ അവർക്ക് കളി ജയിക്കാനുള്ള എല്ലാ പോസിബിലിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ 3 6 അടിച്ച് കളി ജയിപ്പിക്കുന്നതാണ് കണ്ടത്. അതിനുശേഷം തിലക് വർമ്മ നടത്തിയ ഒരു സെലിബ്രേഷൻ ഉണ്ട്. അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര പിന്നെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. 45 എന്ന് അദ്ദേഹം കാണിക്കുന്നത് രോഹിത് ശർമ്മയ്ക്കുള്ള ട്രിബ്യൂട്ടാണ് എന്നാണ്. ഹാർദിക് പാണ്ഡ്യയെ ചുറ്റിപ്പറ്റിയുള്ള ഡിസ്കഷൻസ് ഒക്കെ ഭയങ്കരമായി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് 45 കാണിച്ചത് അത് രോഹിത് ശർമ്മയ്ക്കുള്ള ട്രിബ്യൂട്ടാണ് എന്നാണ് പിന്നെ സോഷ്യൽ മീഡിയയിൽ മൊത്തം അതിപ്പോൾ ഡിസ്കഷൻ ആയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, അദ്ദേഹം ഷർട്ട് ഒരു ചെസ്റ്റ് കാണിക്കുന്നുണ്ട്, അത് പ്രഭ്സിമ്രാൻ സിംഗിനുള്ളതാണ്. അദ്ദേഹം അതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ ആപ്സ് ഒക്കെ കാണിച്ചിട്ട് പിന്നെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ചിത്രം പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഡിസ്കഷൻസ് ആരാധകർക്കിടയിൽ വല്ലാതെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലത്തെ മത്സരത്തിലേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2 ടീമുകളും പവർ പ്ലേയിൽ ഏറെക്കുറെ ഒരുപോലെയാണ് സ്കോർ ചെയ്തത്. പക്ഷേ പഞ്ചാബിനോട് പറ്റിയതെന്ന് വെച്ചാൽ ഒരു 6ലെസ് ആയ ഒരു പവർ പ്ലേ, ഒരൊറ്റ 6 പോലും അവർക്ക് ആ 6 ഓവറുകളിൽ അടിക്കാൻ കഴിഞ്ഞില്ല. 11 4 മറ്റാണ് അടിച്ചത്. പിന്നെ അവരുടെ പ്രഭ്സിമ്രാനും പ്രിയാൻശാരിയും കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് തുടക്കത്തിൽ തന്നെ. പ്രഭ്സിമ്രാൻ 10 ബോൾ 11 ആയിരുന്നു ഒരു ഘട്ടത്തിൽ, ബോൾ പെർ റൺ എന്ന ഘട്ടത്തിലായിരുന്നു. പിന്നെ അദ്ദേഹം ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത് കണ്ടു. പക്ഷേ മിഡിൽ ഓവറുകളിൽ സെയിം മുംബൈ പിന്നെ കളി തിരികെ പിടിക്കുന്നു. പ്രത്യേകിച്ച് ഷർദുൽ താക്കൂർ ഒരു 11 ഓവറിലൊക്കെ അവർ 100 കടന്നുണ്ട്. പക്ഷേ ഷർദുൽ താക്കൂർ വന്നിട്ട് ഓരോ ഓവറിൽ 2 വിക്കറ്റ് എടുക്കുന്നുണ്ട്. പിന്നെ തുടർച്ചയായി വിക്കറ്റുകൾ ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കുന്നു. ഷർദുൽ താക്കൂർ ഒരു 11 ഓവറിൽ 100 എന്ന നിലയിൽ നിന്ന് 15-17 ഓവർ ആകുമ്പോഴേക്കൊക്കെ അവർക്ക് 7 വിക്കറ്റുകളൊക്കെ പോകുന്ന രീതിയിലേക്ക് 147 വിക്കറ്റൊക്കെ പോകുന്ന രീതിയിലേക്കൊക്കെ ഇവരെ കൊണ്ടെത്തിക്കുന്നുണ്ട് മുംബൈ. പക്ഷേ അവസാനത്തെ 5 ഓവറുകൾ അവർക്ക് വിഷ്ണു വിനോദിനെ ഇറക്കേണ്ടി വരുന്നു. 5 ഓവറുകളിൽ 60 റൺസ് അടിച്ച് അവർ 200ലേക്ക് എത്തിക്കുന്നു. അപ്പോഴും വിജയപ്രതീക്ഷകൾ അവർക്കുണ്ടായിരുന്നു. കാരണം ഹാർദിക് പാണ്ഡ്യയും സ്കൈയും ഇല്ലാത്ത അവരുടെ ഏറ്റവും, പക്ഷേ സാധാരണ ഇത് നമ്മളിങ്ങനെ പറയാറുണ്ട്, പിന്നെ ഫുട്ബോളിലൊക്കെ നമ്മൾ ഈ പ്രയോഗം സാധാരണഗതിയിൽ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ അവരുടെ ഏറ്റവും സുപ്രധാന താരങ്ങൾ മിസ്സായി പോയാലും, ഇപ്പോൾ
നോ സൂര്യകുമാർ, നോ ഹർദിക് പാണ്ഡ്യ, നോ പ്രോബ്ലം ഫോർ മുംബൈ എന്ന് പറയുന്ന പോലെ ചില ഘട്ടങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട താരങ്ങൾ ഇല്ലാതായി പോയാൽ പോലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. കാരണം പ്രതിഭാസമ്പന്നമാണ് ആ ടീം. അവിടെ ആരെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഇറക്കാൻ അപ്പുറത്ത് ബെഞ്ചിൽ ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളത് ഇൻ റിയാലിറ്റിയാണ്. അവിടെ അവരുടെ ഈ സീസണിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ രണ്ടുപേരായിരുന്നു ഹർദിക്കും സൂര്യകുമാർ യാദവും. പ്രതിസന്ധി എന്നാണോ പറയുന്നത് അവർക്ക്? ഒരർത്ഥത്തിൽ അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ബാറ്റിംഗ് പ്രതിസന്ധിയാണ്. അവരുടെ ടോപ്പ് ഓർഡറിലുള്ള ഒരു ബാറ്ററും ഫിനിഷർ റോളിലുള്ള ഒരു ബാറ്ററും ഓൾറൗണ്ടറായി ഇക്കണ്ട കാലം അത്രയും ഇന്ത്യൻ ടീമിലൊക്കെ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന രണ്ട് താരങ്ങൾ. ഇത് മുംബൈയുടെ യഥാർത്ഥ പ്രശ്നം ഇപ്പോൾ ഹാർദിക് പാണ്ഡ്യ ആണ് എന്നുള്ള ലൈനിലാണോ അതിന്റെ ഒരു? ഇൻ റിയൽ അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. കാരണം ഇനി ഹാർദിക് പാണ്ഡ്യയെ വെച്ച് ഉറപ്പിക്കാനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ഹാർദിക് പാണ്ഡ്യ ചുറ്റിപ്പറ്റിക്കൊണ്ട് പല ടീമുകളുമായിട്ടുള്ള ഡിസ്കഷൻ, പിന്നെ ചർച്ചകൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. റിയൽ ആണോ എന്നുള്ള കാര്യത്തിലൊക്കെ ഡിസ്കഷൻ വരുന്നുണ്ട്. CSK-ക്കൊപ്പം കാശി വിശ്വനാഥുമായിട്ടുള്ള ആ ദീർഘ സംഭാഷണം കഴിഞ്ഞ ചെന്നൈക്കെതിരെയുള്ള മത്സരത്തിന് ശേഷം ഭയങ്കര ഡിസ്കഷൻ ആയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ CSK-യിലേക്ക് പോകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. പക്ഷേ ലക്നൌവുമായി ബന്ധപ്പെട്ട് ഡിസ്കഷൻ നടക്കുന്നത്. കാരണം ലക്നൌ എന്തായാലും അടുത്ത സീസണിൽ ഒരു ക്യാപ്റ്റന് വേണ്ടിയിട്ടുള്ള അന്വേഷണം നടത്തുന്ന ടീമായിരിക്കും. KKR സ്വാഭാവികമായിട്ടും അടുത്ത തവണ ഒരു ക്യാപ്റ്റൻസി മാറ്റത്തിനെ കുറിച്ച് അന്വേഷണത്തിനുള്ള സമയമായിരിക്കും. മുംബൈ മൊത്തത്തിൽ ടീമിനെ പൊളിച്ചു പണിയാനുള്ള എല്ലാ സാധ്യതകളും, കാരണം മെഗാ ഓപ്ഷൻ വരാനിരിക്കുന്നുണ്ട്. അവരുടെ ടീമിൽ കുറേയധികം 30+ ഏജുള്ള താരങ്ങളാണ്. ഒരുപാട് സീനിയർ താരങ്ങളുണ്ട്. അവർക്കൊക്കെ ഡെലിവർ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു നെക്സ്റ്റ് ജനറേഷൻ അവർക്ക് ബിൽഡ് ചെയ്തെടുക്കേണ്ടി വരും. കാരണം ഇനിയും പഴയ കപ്പിന്റെ ഭൂതകാലവും പറഞ്ഞിട്ടൊന്നും ഇരിക്കാൻ കഴിയില്ല. 6 വർഷമായി കപ്പില്ലാതായിട്ട്. രോഹിത് ശർമ്മയും ഔട്ട് ഓഫ് ഫോം ആയിരുന്നു. 25 പന്തിൽ 20 റൺസ് ഒക്കെയാണ്. പക്ഷേ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും നമുക്ക് ഇതൊന്നും അങ്ങോട്ട് മാറ്റി നിർത്താം. അവരെ കുറിച്ച് നമുക്ക് വേറൊരു ലീഗാണ്, വേറെ ലീഗാണ്, അതൊരു വേറെ യൂണിവേഴ്സാണ്. അവിടെ നമുക്ക് പ്രഡിക്ഷൻസ് സാധ്യമല്ല. അതുകൊണ്ട് രോഹിത് ശർമ്മയെ കുറിച്ചൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. രോഹിത് ശർമ്മയ്ക്ക് എത്ര കാലം കളിക്കാൻ കഴിയുമോ അത്ര കാലം കളിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്, രോഹിത് ഫാൻ ആയതുകൊണ്ട്. പിന്നെ ഇപ്പൊ ഇന്നലത്തെ മത്സരത്തിലൊക്കെ അങ്ങനെ ഇപ്പൊ തിലക് വർമ്മയെ കുറിച്ചൊക്കെ നമ്മൾ പറയാറുള്ളത്. തിലക് വർമ്മ ശരിക്കും ഈ സീസണിൽ അങ്ങനെ ഫോമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ അദ്ദേഹം ഡെലിവർ ചെയ്ത മത്സരങ്ങളിലൊക്കെ മുംബൈ ജയിക്കുന്നുണ്ട്. 2-3 ക്രൂഷ്യൽ ഇന്നിങ്സുകൾ അദ്ദേഹം, അതും 2 ചേസിങ്ങുകളാണ് എന്നാലോചിക്കണം. സോ മുംബൈ അവരുടെ പ്രശ്നങ്ങൾ തിരുത്തി അടുത്ത സീസണിലേക്ക് പിന്നെ മടങ്ങിയെത്തിട്ട് ടീമിനെ പൊളിച്ചു പണിയിട്ട് ഇപ്പോൾ വൈഭവ് സൂര്യവംശിയെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ഡിസ്കഷൻസ് മുംബൈയുമായി കണക്ട് ആയിട്ടുള്ള ഡിസ്കഷൻ നടക്കുന്നുണ്ട്. എല്ലാ കാലത്തും വലിയ പിന്നെ പുതിയ താരങ്ങളെ ഇന്ത്യക്ക് സമ്മാനിച്ചിട്ടുള്ള പിന്നെ റിക്രൂട്ട്മെന്റുകൾ നടത്തിയിട്ടുള്ള സ്കൗട്ടിങ്ങൾ നടത്തിയിട്ടുള്ള ടീമാണ് മുംബൈ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഹാർദിക് പാണ്ഡ്യയെ പോലുള്ള ആളുകളെ ഇന്ത്യൻ ടീമിന് ബുംറയെ പോലെയുള്ള ഒരുപാട് പിന്നെ ഇതിഹാസ തുല്യമായ കരിയർ പിന്നെ ഉള്ള ഒരുപാട് മനുഷ്യന്മാരെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് സമ്മാനിച്ച പിന്നെ ഫ്രാഞ്ചൈസിയാണ് മുംബൈ. സോ അവരെ സംബന്ധിച്ചിടത്തോളം സ്കൗട്ടിംഗ് ഒരു പ്രശ്നമായിരിക്കില്ല. ഈ സീസണിൽ അവർക്ക് പഠിച്ചത് ഒരുപാട് സൂപ്പർ താരങ്ങളിൽ ഒരുപാട് ക്യാപ്റ്റന്മാർ ഒക്കെ അധികമായിരുന്നു അവിടെ. അതായിരുന്നു അവിടുത്തെ ക്രൈസിസും. ക്യാപ്റ്റന്മാർ ഓവറായ ഒരു ടീമിലെ ഏറ്റവും വലിയ ക്രൈസിസ് ക്യാപ്റ്റൻസി ആവുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ആ വിരോധാഭാസമാണ് നമ്മളിത് കണ്ടത്. ഇപ്പോൾ മുംബൈയുടെ 3ാമത്തെ ക്യാപ്റ്റനാണ് ഈ സീസണിൽ. ഇനി അവിടെ രോഹിത് ശർമ്മ അപ്പുറത്ത് കിടപ്പുണ്ട്. സാനർ ഈ സീസണിൽ ഒരു ഘട്ടത്തിൽ അദ്ദേഹം പുറത്താവുന്നുണ്ട്. ജസ്പ്രീത് ബുംറയെ നമ്മൾ ക്യാപ്റ്റൻസി മെറ്റീരിയലാണ് കണ്ടത്. അങ്ങനെ ഒരു 5-6 ക്യാപ്റ്റന്മാർ ഒരു ടീം, ആ ടീമിൽ പിന്നെ തന്ത്രങ്ങൾ പാളുക, എല്ലാം പിഴക്കുക എന്നിടത്ത് പിന്നെ അവർ പുനരാലോചനകൾ നടത്തട്ടെ. അടുത്ത സീസണിൽ അവർ ആരെയാണ് ക്യാപ്റ്റൻസിയിലേക്ക് പരിഗണിക്കുക എന്നൊന്നും അറിയില്ല. പക്ഷേ യങ് ബ്ലഡുകൾക്ക് വേണ്ടി അവരെന്തായാലും അടുത്ത സീസണിൽ പോകും എന്ന് ഉറപ്പിക്കേണ്ടി വരും. പിന്നെ 30+ സ്കോർ പരമാവധിയായ ഒരു സംഘത്തെ കൊണ്ട് ഒരു T20 മൈതാനത്ത് എത്രമേൽ ഡെലിവർ ചെയ്യാൻ കഴിയും എന്നുള്ളതൊക്കെ വേറെ ഡിസ്കഷൻ തന്നെയാണ്. ഈ ബുംറയിലേക്ക് വരുമ്പോൾ ഈ ക്യാപ്റ്റൻസി എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ഫീൽ അനുസരിച്ചിട്ട് ഇപ്പം ഈ മത്സരശേഷമുള്ളതും മത്സരത്തിൻ്റെ ടോസിങ്ങിൻ്റെ സമയത്തൊക്കെ ബുംറയുടെ ഒരു ആത്മവിശ്വാസവും ബുംറയുടെ സംസാരമൊക്കെ കാണുമ്പോൾ അദ്ദേഹം ഇത് പറയുകയും ചെയ്യുന്നുണ്ട്. 19ാമത്തെ വയസ്സിൽ ഞാനിവിടെ വന്നതാണ്, എനിക്ക് ഇന്ത്യൻ ടീമിൻ്റെ മുംബൈ ക്യാപ്റ്റൻ ആവുന്നതിന് മുമ്പേ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ ആവാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ മേ ബി അടുത്ത സീസണിൽ ജസ്പ്രീത് ബുംറയ്ക്ക് ചുറ്റിപ്പറ്റിയുള്ള ഒരു ടീം വാർത്തെടുക്കാനായിരിക്കും. അവർ തെറ്റ് തിരുത്താനുള്ള ഒരു സാധ്യതയാണ് കൂടുതലും തോന്നുന്നു. ബുംറയിൽ ക്യാപ്റ്റൻസി സ്റ്റിക്ക് ഓൺ ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. ഇതിലിപ്പം തിലക് വർമ്മയുടെ മറ്റൊരു ഇത് കൂടിയുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം ഹർഷദീപ് സിംഗിന്റെ ഒരു വീഡിയോ ഇറങ്ങിയിരുന്നു സ്നാപ്ചാറ്റിൽ. അദ്ദേഹം ഈ തിലക് വർമ്മയുടെ സ്കിൻ ടോണിനെ കളിയാക്കുന്ന തരത്തിലുള്ള പിന്നെ ഒരു സ്നാപ്ചാറ്റിൽ ഹർഷദീപിന്റെ ഒരു വീഡിയോ ഇറങ്ങിയിരുന്നു. ഹർഷദീപിന്റെ നമുക്കറിയാം അദ്ദേഹം റീൽസിന്റെ ഒരു ആശാനാണ്. BCCI നോ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് റീലുകൾ ഇങ്ങനെ വിവാദമായിട്ടുണ്ട്. ഒരുപാട് റീലുകളിൽ മാത്രം ശ്രദ്ധിക്കുന്ന ഒരു ഹർഷദീപിനെയാണ് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് കാണുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഈ തിലക് വർമ്മയുടെ സ്കിൻ ടോണിനെ കളിയാക്കിക്കൊണ്ടൊക്കെ റീലെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഹർഷദീപിന്റെ മെന്റാലിറ്റി എന്താണ് എന്നുള്ളത് സംശയിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അപ്പം അത് മുംബൈയെ സംബന്ധിച്ചിടത്തോളം ഈ
പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളവും മറ്റുമൊക്കെ നോക്കുമ്പോൾ ഇതുപോലുള്ള കളിക്ക് പുറത്തുള്ള ഒരുപാട് കാര്യങ്ങൾ, അവരുടെ ഡ്രസ്സിംഗ് റൂമിനെ ചുറ്റിപ്പറ്റി ഒരുപാട് അഭ്യൂഹങ്ങളും മറ്റുമൊക്കെ വരുന്നുണ്ട്. ഡ്രസ്സിംഗ് റൂമിൽ ക്യാപ്റ്റനെതിരെ മറ്റു താരങ്ങളൊക്കെ ഇറങ്ങി എന്നൊക്കെ തരത്തിലുള്ള ഇത് വരുന്നുണ്ട്. മാത്രമല്ല ഹണി ട്രാപ്പ് അടക്കമുള്ള സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പല വാർത്തകളും ഈ ഡ്രസ്സിംഗ് റൂമിനെ സംബന്ധിച്ച്, പഞ്ചാബിന്റെ ഡ്രസ്സിംഗ് റൂമിനെ സംബന്ധിച്ച് പല റൂമറുകളും മറ്റൊക്കെ വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഈ അർഷദീപിന്റെ ഒക്കെ ഈ തരത്തിലുള്ള പിന്നെ കമന്റുകളും ഇതുപോലുള്ള റീലുകളും BCCI അടക്കം വിലക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ അവർ കളിയിനേക്കാൾ കൂടുതൽ ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞതിന് ശേഷം കളിയേക്കാൾ കൂടുതൽ അവരുടെ പിന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണോ കൂടുതൽ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതൊക്കെ ഒരു തോൽവി. ശ്രേയസ് അയ്യർ കാര്യം പറയുകയാണെങ്കിൽ ആദ്യ 7 മത്സരങ്ങൾ ജയിച്ചു കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് ഇന്ത്യൻ ക്യാപ്റ്റൻ എന്നുള്ള ഡിസ്കഷനിലേക്കൊക്കെ ഇറങ്ങിയിരുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പോൾ ആ ഒരു ഡിസ്കഷൻ മാറിയ പോലെ ഉണ്ട്. തീർച്ചയായും ഏകദേശം 200-ലേറെ റൺസ് സ്കോർ ചെയ്തിട്ട് 7 തവണയാണ് ശ്രേയസ് അയ്യറുടെ ടീം തോറ്റിട്ടുള്ളത്. അതെ, ശ്രേയസ് അയ്യരുടെ ഒരു കോൺഫിഡൻസ് ഒക്കെ ആകെ തകർന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ്. കാരണം അദ്ദേഹത്തിന് തോൽവികൾ, നമ്മളിപ്പോൾ ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ നോക്കുമ്പോൾ ജയങ്ങളും തോൽവികളും പ്രധാനമാണ്. ജയങ്ങൾ മാത്രമുള്ള ഒരു ക്യാപ്റ്റൻ ഒരിക്കലും ഉണ്ടാവില്ല, തോൽവികൾ മാത്രമുള്ള ക്യാപ്റ്റൻസും ഉണ്ടാവില്ല. ഇതിന്റെ ഇടക്കാണ് ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ എങ്ങനെ ഈ തോൽവികളെ കൂടി എങ്ങനെ അഭിമുഖീകരിക്കുന്നു എന്ന് പറയുന്ന അവിടെയാണ് ഒരു ക്യാപ്റ്റന്റെ മഹത്വം നമുക്ക് മനസ്സിലാവുക. എനിക്കൊന്ന് ശ്രേയസ് അയ്യർ ക്യാപ്റ്റൻസിയിൽ അദ്ദേഹത്തിന് ജയങ്ങൾ ഒരുപാട് കൂടുതലാണ്. പക്ഷെ തോൽവിയിലേക്ക് വരുമ്പോൾ ഈ സീസണിൽ ആദ്യത്തെ 7 മത്സരങ്ങളിൽ 6 മത്സരങ്ങൾ ജയിക്കുന്നു, 1 മത്സരം മഴയെടുക്കുന്നു. അപ്പോൾ മികച്ച രീതിയിൽ ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തെ പുകഴ്ത്തുന്നു. പക്ഷെ തോൽവികൾ വന്നു തുടങ്ങിയപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി വരുന്നു. ഈ ക്യാപ്റ്റൻസിയിലെ ഈ തോൽവികളെ എങ്ങനെ നേരിടുന്നു എന്ന വിധം നോക്കുമ്പോൾ അദ്ദേഹം അത്രത്തോളം ആ ക്യാപ്റ്റൻസി, തോൽവികൾ നേരിടുന്ന വിധത്തിൽ അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി അദ്ദേഹത്തെ പ്രാപ്തനാക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ബാറ്റിങ്ങിന് അത് കൃത്യമായിട്ട് ബാധിക്കുന്നുണ്ട്. കഴിഞ്ഞ മത്സരത്തിലെ ആ ബോൾഡൊക്കെ നമുക്കറിയാം, ആ ബോളിന്റെ ഗതി മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കൃത്യമായിട്ടും സാധിച്ചിട്ടില്ല. അതൊരു അത്ര അപകടകാരിയായ പന്തോ ഒന്നും ആയിരുന്നില്ല, ഒരു ജസ്റ്റ് നോർമൽ ഡെലിവറി ആയിരുന്നു. പക്ഷേ ബോളിന്റെ ഗതി മനസ്സിലാക്കുന്നതിൽ വീഴ്ച പറ്റിയിട്ട് അദ്ദേഹം ഔട്ടാവുകയാണ്. അതിന് മുമ്പത്തെ മത്സരങ്ങളിലും അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് പ്രകടനം മോശമാവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഗ്രൗണ്ടിൽ വളരെ ആദ്യത്തെ 7 മത്സരങ്ങളിലെ അഗ്രസീവ്നെസ്സും കുറച്ചുകൂടി കൂളായിട്ട് കളിക്കാരെ നിയന്ത്രിക്കുകയൊക്കെ ചെയ്തിരുന്ന ശ്രേയസ് അയ്യർ ഇപ്പം അദ്ദേഹത്തിന്റെ മുഖഭാവങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ക്യാപ്റ്റൻസി അദ്ദേഹത്തെ അലട്ടുന്നുണ്ടോ എന്നുള്ളതും ഒരു സംശയമാണ്. ശശാന്ത് സിംഗ് 2 ക്യാച്ച് കൈവിട്ടപ്പോൾ കൂളായിട്ട് ഡീൽ ചെയ്ത ഒരാൾ ഇപ്പോ കളി ജയിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ കൂളായി ഡീൽ ചെയ്യാം. പക്ഷെ കളി തോൽക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും കൊങ്ങക്ക് പിടിക്കും. പ്രത്യേകിച്ച് റിക്കി പോണ്ടിങ് ഒക്കെ അന്ന് കൊങ്ങക്ക് പിടിക്കാൻ വേണ്ടി നിൽക്കുക തന്നെയായിരുന്നു. പക്ഷെ അന്ന് കളി ജയിച്ചുകൊണ്ട് മാത്രം അടങ്ങിയതാണ്. ഇന്നലത്തെ മത്സരത്തിലേക്ക് നമൻധീറും ഇന്നലെ പ്രഭ്സിമ്രാൻ സിംഗിന് ഒരു അവസരം വിട്ടു. ഇന്നലെ പ്രഭ്സിമ്രാൻ സിംഗ് 50 അടിക്കാനുള്ള കാരണം 2 തവണ പ്രഭ്സിമ്രാനെ കൈവിടുന്നുണ്ട് മുംബൈ താരങ്ങൾ. നമൻധീർ വിടുന്നുണ്ട്, കോർബിൻ ബോഷ് അദ്ദേഹം ബോളെറിഞ്ഞ സമയത്ത് അദ്ദേഹം തന്നെ കൈവിടുന്നുണ്ട്. റോബിൻ മിൻസ് ഇന്നലെ ക്യാച്ച് മിസ്സാക്കുന്നു. ഒരുപാട് ക്യാച്ചുകൾ മിസ്സാക്കിയതിന് ശേഷമാണ് ഇവർ 200+ സ്കോറിലേക്ക് എത്തുന്നതെന്ന് ആലോചിക്കണം. സോ ഈ IPL ഏറ്റവും വലിയ ക്രൈസുകളിലൊന്ന് IPL മാത്രമല്ല, പൊതുവെ ഇന്ത്യൻ താരങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ T20 ലോകകപ്പ് മുതൽ ഇത് കാണുന്നുണ്ട്. T20 ലോകകപ്പിൽ ഇന്ത്യ കിരീടമണിഞ്ഞ T20 ലോകകപ്പിൽ ഫീൽഡിലെ ഏറ്റവും മോശം പ്രകടനം ഇന്ത്യയുടേതായിരുന്നു എന്ന് ആലോചിക്കണം. ഇന്ത്യ ലോകകപ്പ് അണിഞ്ഞൊരു T20 ലോകകപ്പിൽ, അതായത് ഒരു കാലത്ത് ഇന്ത്യൻ ടീമിൽ അതിശയ ഫീൽഡർമാരെ കൊണ്ട് നിറഞ്ഞ, അല്ലെങ്കിൽ ഒരുപാട് നമുക്കിങ്ങനെ എടുത്തു പറയാൻ കഴിയുന്ന ഒരുപാട് അതിശയ ഫീൽഡർമാർ, മുഹമ്മദ് കൈഫിനെ പോലെ, യുവരാജ് സിംഗിനെ പോലെ, അതെ അതെ അതെ, അങ്ങനെ എത്ര ഫീൽഡിംഗ് വിസ്മയങ്ങൾ നമ്മൾ ചരിത്രത്തിൽ കണ്ടു. ഈവൻ 2011 ലോകകപ്പിലൊക്കെ ആ ഫൈനലിൽ യുവരാജ് സിംഗ് ആ ബോഡിയും വെച്ചിട്ട്, എന്ന് പറഞ്ഞാൽ യുവരാജ് സിംഗിന്റെ ഒക്കെ ഒരു 2007 T20 ലോകകപ്പിൽ കാണുന്നത് യുവരാജ് സിംഗിന്റെ ഫിറ്റ്നസ്സിലല്ലോ നമ്മൾ 2011 ലോകകപ്പിൽ കാണുന്നത്. എന്നിട്ട് പോലും അദ്ദേഹം 2011 ലോകകപ്പിന്റെ ഫൈനലിൽ ആ ശ്രീലങ്കയ്ക്കെതിരെയൊക്കെ നടത്തിയിട്ടുള്ള ഫീൽഡിംഗ് പ്രകടനങ്ങളൊക്കെ കണ്ടാൽ മതി. അങ്ങനെ എത്രയോ ഒരുപിടി ഓർമ്മകൾ നമുക്കുണ്ട്. സോ ഇന്ത്യക്ക് അങ്ങനെ കുറെ ബ്രില്യൻ ഫീൽഡർമാരെ നഷ്ടപ്പെടുന്ന പോലെ തോന്നാറുണ്ട്. ചിലപ്പോൾ ബ്രില്യൻ ഫീൽഡർമാരാണ് നമ്മൾ കരുതിയിരുന്ന മനുഷ്യർ വരെ സിമ്പിൾ ക്യാച്ചുകൾ മിസ്സാക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഫീൽഡിങ്ങിൽ പല വീടുകൾ പ്രത്യേകിച്ച് ഇന്ത്യൻ താരങ്ങളുടെ ഫീൽഡിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിടവുകൾ. ഇപ്പോൾ നെറ്റ് പ്രാക്ടീസിലെ ഫീൽഡിംഗ് പരിശീലനമല്ലേ, എനിക്ക് അതാണ് സംശയം. അത് മൊത്തത്തിൽ ആളുകൾ പരിക്കിനെ പേടിച്ചുകൊണ്ട്, കാരണം ഇനി വരാൻ പോകുന്നത് വലിയൊരു അന്താരാഷ്ട്ര സീസണാണ്. അപ്പോൾ ആ സീസണിൽ എല്ലാ ടീമുകളിലെയും താരങ്ങൾ പരിക്കിന് ഈ IPL പരിക്കൊന്നും ഇല്ലാതെ അങ്ങ് അവസാനിപ്പിക്കാമെന്നുള്ള ലൈനിലാണെന്ന് തോന്നുന്നു. ഡൈവ് ചെയ്യാൻ പോലും മടിക്കുന്ന ഒരുപാട് താരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പഞ്ചാബ് സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ട ഒരാളുടെ ഫോം ഔട്ട് എന്നുള്ളത് മാർക്കോ ജാൻസൺ ആണ്. നമുക്കറിയാം അദ്ദേഹത്തിന്റെ അബിലിറ്റി, നമുക്കറിയാം ബാറ്റിങ്ങിലാണെങ്കിലും ബോളിങ്ങിലാണെങ്കിലും ബാറ്റിങ്ങിൽ അദ്ദേഹം ഇറങ്ങുന്ന സമയത്തൊക്കെ കൂറ്റൻ സിക്സറുകൾ പിറക്കും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ മാർക്കോ ജാൻസൺ ഈ സീസണിലാകെ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ്
അദ്ദേഹം ഒരു വലിയൊരു ഷോട്ട് കളിക്കാൻ പോലും മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അദ്ദേഹത്തിന് പിന്നെ കൃത്യമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയുന്നില്ല. ബോളിങ്ങിൽ ഫോം ഔട്ടാണ്, ബാറ്റിങ്ങിൽ അപാരമായ ഫോം ഔട്ടാണ്. അപ്പോൾ മാർക്കോ ജാൻസന്റെ ഫോം ഏറ്റവും പിന്നെ പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം അവരെ പിന്നോട്ട് വലിക്കുന്ന ഒരു കാര്യമാണ്. മറുവശത്ത് കഴിഞ്ഞ ദിവസം ഒരു നല്ലൊരു ക്യാച്ച് ഉണ്ടായിരുന്നു രാജ് ബാവ എന്ന താരത്തിന്റെ. നമുക്കറിയാം രാജ് ബാവ എന്ന താരം അതിനു മുമ്പത്തെ മത്സരത്തിൽ അവസാനം എറിഞ്ഞിട്ട് പിന്നെ അവിടെ പോലും ഫീൽഡിംഗ് ഡ്രോപ്പാണ്. അദ്ദേഹത്തിന്റെ നേരെ അടിച്ച പന്താണ് അദ്ദേഹത്തിന് പിടിക്കാനാവാതെ അവിടെ ഇരുന്ന് ചിരിക്കുകയാണ്. ആ ചിരി അവസാനിപ്പിച്ചുകൊണ്ട് ആ സെക്കൻഡിൽ അവസാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ആ സമയത്ത് തന്നെ പോയിട്ട് പിന്നെ വിക്കറ്റിന്റെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ അത് റൺഔട്ട് ആക്കാമായിരുന്നു. പക്ഷെ അവിടെ പിന്നെ ആ ഒരു ഫീൽഡിംഗ് ഡ്രോപ്പിന്റെ പേരിൽ മുംബൈക്ക് നഷ്ടപ്പെട്ടത് 2 പോയിന്റാണ്. ആ ഫീൽഡിംഗ് ഡ്രോപ്പിനെ കുറിച്ച് ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം ഏറ്റവും മികച്ചൊരു ക്യാച്ച് എടുത്തത് രാജ് ബാവയാണ്. അദ്ദേഹം പറന്നൊരു ക്യാച്ച് എടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ചില ക്യാച്ചുകളൊക്കെ അപ്രതീക്ഷിതമായി ഇതിൽ വരുന്നുണ്ടെങ്കിലും മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഫീൽഡിംഗ് ഒരു പിന്നെ എല്ലാ ടീമുകൾക്കും വലിയൊരു പ്രതിസന്ധിയായി നിൽക്കുകയാണ്. ഇന്നത്തെ മത്സരത്തിലേക്ക് വന്നാൽ CSK ലക്നൗ, CSK സംബന്ധിച്ചിടത്തോളം പിന്നെ വളരെ നിർണായകമായ മത്സരമാണ്. പ്രത്യേകിച്ച് പഞ്ചാബൊക്കെ തോറ്റു നിൽക്കുന്ന സമയത്ത് പഞ്ചാബിൻ്റെ 2 മത്സരങ്ങൾ കൂടി ബാക്കിയുണ്ടെങ്കിൽ പോലും അവർക്ക് 17 പോയിന്റിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ടെങ്കിൽ പോലും CSKക്ക് ഇനി 3 മത്സരങ്ങൾ ബാക്കിയുണ്ട് എന്നുള്ളതാണ്. സോ വാട്ട് പ്രഡിക്ഷൻ? 3 മത്സരങ്ങളും ജയിക്കുകയാണെങ്കിൽ CSKക്ക് 18 പോയിന്റ് ആവും അല്ല. അപ്പോൾ CSK സംബന്ധിച്ച് നമ്മൾ CSK ഫാൻ എന്ന രീതിയിൽ CSK തന്നെ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ എങ്കിൽ കൂടിയും ഓവേർട്ടൺ ടീമിലില്ലാത്തത് അദ്ദേഹം പരിക്ക് കാരണം മാറി നിൽക്കുകയാണ്. കാരണം കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെയും CSKയുടെ ഒരു എക്സ് ഫാക്ടർ ഓവേർട്ടൺ ആയിരുന്നു. അദ്ദേഹം ബോളിങ്ങിലും ബാറ്റിങ്ങിലും ഒരുപോലെ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു താരമാണ്. അദ്ദേഹത്തിന്റെ നഷ്ടം ഒരു ഹ്യൂജ് ലോസ് ആയിരിക്കും. എങ്കിൽ കൂടിയും അതിനെ മറികടക്കാൻ LSG അവരുടെ ആത്മവിശ്വാസത്തിന്റെ ഏറ്റവും താഴെ പടിയിൽ നിൽക്കുകയായിരുന്നു. വഴിമുടക്കിയതുപോലെ LSGക്കും വഴിമുടക്കാം. അതെ, നിക്കോളാസ് പൂരനൊക്കെ ഇനി ഏത് സമയത്താണ് ഈ സമയത്ത് ലാസ്റ്റ് ഘട്ടത്തിലേക്ക് നന്നായി അടിച്ചു എത്തിയിട്ടുണ്ട്. ഇനി ഋഷഭ് പന്ത് കഴിഞ്ഞ സീസണിൽ എങ്ങനെയായിരുന്നു? ലാസ്റ്റ് ആണ് അദ്ദേഹത്തിന്റെ സെഞ്ചുറി വന്നത്. സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. ആള് കറങ്ങിയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അത് ആ ഒരൊറ്റ കാരണം കൊണ്ടായിരിക്കും ഈ സീസണിലും അദ്ദേഹം കളിക്കാൻ എത്തിയത്. ഈ സീസണിൽ ഗോയങ്ക ക്യാപ്റ്റനായിട്ടാണ് നിയമിച്ചത്. അപ്പോൾ പക്ഷേ എങ്കിൽ കൂടി ഒരു CSK ഫാൻ ആയതിനാൽ, സഞ്ജു സാംസൺ അവിടെ ഉള്ളതിനാൽ നമുക്ക് പിന്നെ ചെന്നൈ ജയിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണുള്ളത്. പിന്നെയുള്ളത് പിന്നെ ഇനിയാകെ 3 മത്സരങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് നോക്കൌട്ട് ഘട്ടമാണ്. അപ്പോൾ ഈ സീസണിൽ ഏറ്റവും ഉറപ്പായ കാര്യങ്ങളിൽ ഒന്ന്, ഈ സീസണിൽ ധോണി എനിക്ക് കളിക്കാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് ഒരു കാര്യം. ഈ സീസണിൽ മാത്രമല്ല ഇനി IPL കളിക്കാൻ സാധ്യതയില്ല. എന്താ ആരിസിന്റെ പ്രഡിക്ഷൻ എന്താ? CSKക്കൊപ്പം നിൽക്കുന്നു. CSK പിന്നെ കാരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ഞാൻ MSK പിന്തുണച്ച് CSKയുടെ കൂടെ CSK എന്ന് ചോദിച്ചാല് സൺറൈസേഴ്സിന് മുന്നിൽ എത്താനുള്ള അവസരമുണ്ട്. നെറ്റ് റൺ റേറ്റിന്റെ അവസാനം മറ്റേ നമ്മുടെ മേഘം സിനിമയിൽ പറഞ്ഞ പോലെ പഞ്ചാബ് ഔട്ടാവുക എന്നുള്ളതാണ്. CSK ഈ പഞ്ചാബും പിന്നെ ആദ്യ സീസണിൽ ആരും മുന്നിലുള്ള ടീം സൺറൈസേഴ്സ് ഹൈദരാബാദും മറ്റുമൊക്കെ മുന്നിലുണ്ടായിരുന്നല്ലോ. അപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന ഒരു ട്രോളുണ്ട്. ഇവർ 2 പേരും മുന്നിൽ നിന്ന സമയത്ത് ഒടുക്കം നമ്മൾക്ക് 2 പേർക്കും കിട്ടിയില്ല എന്ന് പറയുന്ന ഒരു രംഗമുണ്ട്. കഴിഞ്ഞ ദിവസം മറ്റേ നമ്മുടെ VD സതീഷ് മുഖ്യമന്ത്രിയായ സമയത്ത് KC വേണുഗോപാലും ചെന്നിത്തലയും കൂടി പറയുകയാണ് നമ്മൾ 2 പേർക്കും കിട്ടിയില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. അതിലും MSKന്റെ പ്രഡിക്ഷൻ KC മുഖ്യമന്ത്രി ആവുമെന്നായിരുന്നു. ആ പ്രഡിക്ഷനിലായിരുന്നു എനിക്ക് ആത്മവിശ്വാസം. കാരണം MSK എപ്പോഴും ഒരു മാൻട്രേക്ക് ആണല്ലോ. അല്ല, ഇന്നലെ ജെയ്സൺ ഹോൾഡറിന്റെ വീഡിയോയ്ക്ക് താഴെ, ഇന്നലത്തെ ടാക്ടിക്സിന്റെ താഴെയൊക്കെ എല്ലാവരും വന്നിട്ട് MSKയോട് പറയുന്നത് CSK ഫാനൊക്കെ ആയിരിക്കും, ദയവേത് CSKക്ക് വേണ്ടി പ്രഡിക്റ്റ് ചെയ്യരുത് എന്നാണ്. നമുക്ക് കണ്ടറിയാം. പ്രഡിക്ഷൻ ചിലപ്പം തെറ്റാം ശരിയാവാം, പക്ഷേ സത്യത്തിന്റെ എപ്പോഴും തെറ്റുന്നത് അതിനാണ് മാൻട്രിക് എന്ന് വിളിക്കുക. ഓക്കെ, സോ ഓക്കെ, ടാക്ടിക്സ് അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം വീണ്ടും നമ്മുടെ ഇരിക്കും. നന്ദി.